അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നറായിട്ട് അനുമോളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിറയെ പല പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ശൈത്യ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ ഒരു ആ കട്ടപ്പ എന്നുള്ള പേരും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതിനൊപ്പം ഫിനാലെ വേദിയിൽ അനുമോൾക്ക് കപ്പ് കിട്ടുന്ന സമയത്തുള്ള അവരുടെ ഒരു എക്സ്പ്രഷനും ഒക്കെ ആയിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തുടക്കം മുതലേ ബിഗ് ബോസ് ഈ ഒരു സീസൺ കണ്ടിട്ടുള്ള ആളാണ്. എനിക്കിപ്പം തോന്നിയതെന്ന് വെച്ചാൽ ശൈത്യമാണ് അനുമോളുടെ വിജയത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. PR ടീം എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും പറയും ശൈത്യനെ പോലത്തെ ഒരു ഫ്രണ്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന്. പക്ഷേ ശൈത്യനെ പോലെ ഒരു ശത്രു ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വിജയം എത്താന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സീസണും അനുമോളുടെ വിജയം എന്ന് പറയും. ഈ പറഞ്ഞ പോലെ ശൈത്യൻ്റെ എക്സ്പ്രഷൻ ഞാൻ പോസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളത് നമുക്കറിയാം. ഈ ശൈത്യ അനുമോൾ ആ സൗഹൃദം കണ്ടപ്പോൾ ഞാൻ എങ്ങനെയുള്ളൊരു ഫ്രണ്ടാണെന്ന് ഞാൻ ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന് നോക്കുമ്പം ശൈത്യയുടെ പെരുമാറ്റത്തിലുള്ള ആ നെഗറ്റിവിറ്റി ഭയങ്കര ഒരു ഗെയിമർ എന്നത് അപ്പുറത്തേക്ക് നമ്മളെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ, ആ സൗഹൃദം. ഞാൻ ശരിക്കും അതിനെ നോക്കിക്കണ്ടത് അങ്ങനെയാണ്. സത്യത്തിൽ എനിക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ എപ്പിസോഡിൽ ഏറ്റവും അധികം വിഷമം തോന്നിയ കാര്യവും അതായിരുന്നു. ഇപ്പം ആദില, നൂറ, അനുമോൾ എന്ന് പറയുന്ന പട്ട ഗേൾസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഏറ്റവും നല്ല ഭംഗിയായത് ശരിക്കും ശൈത്യയുടെ എവിക്ഷന് ശേഷമാണ് അവർ തമ്മിലുള്ള ഒരു ബൗണ്ട് കുറച്ചുകൂടി നന്നാകുന്നതും. അതായിരുന്നു ശരിക്കും DB7 ലൈവൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാകും. ഏറ്റവും നല്ല കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ ഇവർ 3 പേരുമായിരുന്നു. ഇവർ ഒരുമിച്ചുള്ള ആ ഒരു സെക്ഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്രേക്ഷകരൊക്കെ അതൊരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൈനൽ 7ലേക്കും ഒക്കെ ഇത്രയും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവർ 3 പേരും ഒരുമിച്ച് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം നശിപ്പിക്കുന്ന രീതിയിലാണ് റീ എൻട്രി എന്ന് പറഞ്ഞ് ലാസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും വന്ന സമയത്ത് ശൈത്യയുടെ പെരുമാറ്റം, ശൈത്യ മാത്രമല്ല ബിൻസി പോലുള്ള ആളുകളൊക്കെ വന്ന് പെരുമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരുപക്ഷെ അവർ 3 പേരും കുറച്ചുകൂടി സ്ട്രോങ് ആയി നിന്ന് ഈ ടോപ്പ് 5ലേക്കൊക്കെ അതിൽ നിന്ന് അതായത് ആദിലയും നൂറിൽ ഒരാളെങ്കിലും ടോപ്പ് 5ലേക്ക് കൂടി എത്തിയേനെ ഈ ശൈത്യയുടെ ഒക്കെ റീ എൻട്രി ഇല്ലായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ ആദില, നൂറ, അനുമോൾ കൂട്ടുകെട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ഞങ്ങളുടെ സൗഹൃദം അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ട്, അനുമോളുടെ ഐഡിയോളജി ആയിട്ട് യാതൊരു തരത്തിലും ചേർന്ന് പോകാത്ത സൗഹൃദമാണ് ഞങ്ങളുടേതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ശൈത്യയുടെ കടന്നുകയറ്റത്തിന് ശേഷം ശൈത്യ പറയാൻ ശ്രമിക്കുന്ന എന്താണോ എന്നുള്ളത് റിയലൈസ് ചെയ്തതിന് ശേഷം നൂറയും ആദിലയും പ്രതികരിക്കാൻ നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അനുമോളുടെ പക്ഷം കൂടെ കേൾക്കാൻ അവർ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ക്ലാഷ് അവിടെ സംഭവിക്കില്ലായിരുന്നു. അതിൽ വേറൊരു പ്രശ്നം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അനുമോളുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു തെറ്റ് സമ്മതിക്കാനുള്ളൊരു മടി, അല്ലെങ്കിൽ അതിനൊരു സോറി പറയാനുള്ള മടി, അല്ലെങ്കിൽ സോറി പറഞ്ഞാൽ അത് പുറത്തെങ്ങനെ പോകും, താൻ തെറ്റുകാരി ആകുമോ എന്നൊക്കെയുള്ള സംശയം കൊണ്ടായിരിക്കാം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ആദിലയും നൂറയൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ എത്ര നല്ല സുഹൃത്താണെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആരുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും തെറ്റാണെന്ന് പറയും. മുമ്പും അവരങ്ങനെ പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതിലേക്കും നൂറയ്ക്കും കുറച്ചുകൂടിയൊക്കെ അവരുടെ സൗഹൃദത്തെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട് അനുമോൾക്കെതിരെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അനുമോളുടെ കേസ് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അനുമോൾ എന്ന് പറയുന്ന പേഴ്സണിനെ വളരെയധികം പോസിറ്റീവാക്കി കാണുമോ അങ്ങനെയൊന്നും കാണുന്നില്ല. അനുമോളുടേതായ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആസ് എ പേഴ്സൺ അവരുടെ ഐഡൻറ്റിറ്റിയാണ് അത് അതിനെ നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇമേജ് കോൺഷ്യസ് ആയിരുന്നു ഭയങ്കരമായിട്ടും. ഞാനൊരു 13 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരിയർ അത് പുറത്തു പോയാൽ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ അനുമോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ തെറ്റ് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്ന അനുമോളെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയുള്ള കുറേ കാര്യം, അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾക്ക് ആ ഒരു പോസിറ്റീവ് കുറേ അധികം കിട്ടിയതും ഈ വൈബ് ഈ ഒരു സിനാരിയോ മാറ്റി എഴുതിയതും ഇവരുടെ റീ എൻട്രിക്ക് ശേഷമാണ്. ആ ഒരു റീ എൻട്രിക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അനുമോള് തിരിച്ചറിഞ്ഞു ഇതൊരു ഗെയിം ഇവിടെ തീർന്നു, ഇനി ജനങ്ങൾ വിധി എഴുതുന്ന സ്റ്റേജാണ് എന്ന് ഷാനവാസ് ഒരു ഇതിൽ പറയുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് അനുമോൾ അധികമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയില്ല. അനുമോൾ അവിടെ വിക്റ്റിമായപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അനുമോളിനോട് സിമ്പതി വന്നു. പുറത്തെ PR എത്ര തന്നെ മെനക്കെട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും വിജയം ഉണ്ടാവുമായിരുന്നില്ല. കാരണം അനുമോളുടെ അനിഷ്ടയും വോട്ടിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു
അതൊരു അനുമോളിലേക്കാണോ അനീഷിലേക്കാണോ എന്നുള്ള ഇത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കും വന്നു. അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശൈത്യയുടെ പുഷ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അനുമോൾക്ക് വിജയിക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ അനീഷ് വളരെ കണ്ണിങ് ആണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടെ അതിനിടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ശൈത്യ വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് കുറേ ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ അനുമോളോട് പ്രണയം തുറന്നു പറയാൻ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അങ്ങനെയാണെന്ന് തോന്നിപ്പിച്ചത് കൊണ്ടല്ലേ, അനു അങ്ങനെ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലൈവൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും അനുമോൾ തമാശ രീതിയിലാണ് അയാളുടെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ തലേണ കൊണ്ട് കൊടുക്കുന്നത്, ഇച്ചായ എന്ന് വിളിക്കുന്നത് തമാശ രീതിയിലാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശൈത്യ അത് ചോദിക്കുന്ന സമയത്ത് അനീഷിന് വേണമെങ്കിൽ അവിടെ അല്ലെന്നോ ആണെന്നോ ഒരു ഉത്തരം പറയായിരുന്നു. അതിന് പകരം ഒരു ചിരി മാത്രം നൽകിക്കൊണ്ട് താനും ഒരു ഇരയാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ശരിക്കും അതിപ്പം അനീഷിന്റെ ഗെയിമാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലേക്ക്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ആളുകളുടെ ഫീലിങ്സ് ആണ്, അത് എങ്ങനെയാണ് വരുന്നതെന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും അനുവിനെ അവിടെ ഒരു മോശക്കാരി ആക്കാതെ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് ശൈത്യ അവിടെ അയാൾക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് അനീഷ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ഒരു കണ്ണിങ് ഗെയിമറുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, അനീഷിന്റെ ആ ഗെയിം ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്, അനീഷ് ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ഗെയിമിൽ നിന്നുകൊണ്ടാണ് കളിച്ചത്. അനീഷിനെ അറിയായിരുന്നു അനുമോളാണ് തൻ്റെ ഏറ്റവും വലിയ എതിരാളി, എന്നിട്ട് പോലും അനുമോളെ അനീഷ് ആക്രമിച്ചിട്ടില്ല. മറ്റെല്ലാവരെയും ആക്രമിച്ച് ഗെയിം കളിച്ച അനീഷ് അനുമോളെ മാത്രം ആക്രമിച്ച് കളിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയത് തൻ്റെ ഏറ്റവും വലിയ ശത്രു എതിരാളി അനുമോളെന്നറിഞ്ഞിട്ട് ഇതൊരു ഇമോഷണൽ ഗെയിമാണെന്ന് അറിഞ്ഞിട്ടും അവസാനത്തേക്ക് എത്തുമ്പോൾ അനുമോളെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊരു ഗെയിമറായിട്ടാണ് ഞാൻ അവിടെ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഈ പറഞ്ഞ പോലെ ഈ ലൈവൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, അവിടെ അനുമോൾ അത് എത്രത്തോളം ക്യൂട്ടായിട്ടും അതൊരു രസകരമായിട്ടുള്ള സിറ്റുവേഷൻ ആക്കിയിട്ടായിരുന്നു മാറ്റിക്കൊണ്ടിരുന്നത്. അവിടെ ഇഷ്ടം വരാനുള്ള ഒരു ഇതും സ്പേസും അനുമോള് കൊടുത്തിരുന്നില്ല. ചേട്ടൻ എന്നുള്ള സ്പേസ് തന്നെയാണ് ആ ഗെയിം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അനീഷ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിയും പെട്ടെന്ന് ഒന്ന് പ്രതീക്ഷിക്കാത്തൊരു സാധനം കേൾക്കുമ്പോൾ ഒന്ന് ഡൗൺ ആവും. അത് മറ്റുള്ളവർ അനുമോൾക്ക് വേണമെങ്കിൽ അത് വലിയ പ്രശ്നമാക്കാമായിരുന്നു, മിണ്ടാതെ നടക്കാമായിരുന്നു, സീൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു, വിക്ടിം ആകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അയാളുടെ ഇഷ്ടത്തെ ബഹുമാനിച്ചുകൊണ്ട് കൃത്യമായിട്ട് അയാൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് അനീഷാണ് തിരിച്ച് സംസാരിക്കാതെ മിണ്ടാതെ നടന്നതും ഒക്കെ അനീഷാണ്. അത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഓരോരുത്തർക്കും ആ ഫീൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പെരുമാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരതവിടെ ക്ലോസ് ചെയ്തു, എല്ലാം പറഞ്ഞ് ക്ലോസ് ചെയ്തതിന് ശേഷം റീ എൻട്രിക്ക് വന്ന ആളുകൾ വീണ്ടും അത് കുത്തിപ്പൊക്കുന്നു, വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുന്നു. അവിടെയൊക്കെയാണ് ശരിക്കും അനുവിന് കുറച്ചുകൂടി. പിന്നെ ഈ പറയുന്ന PR എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ പോയിട്ടുള്ള ഒത്തിരി ആളുകൾ PR എടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അനുവിന്റെ PR മാത്രം വർക്ക് എന്തുകൊണ്ടാണ് നന്നായി നടന്നത് എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ അനു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പട്ട ഗേൾസ് ഗ്യാങ് ആളുകൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുവിന് നേരെ വരുന്ന സമയത്തും ഇത് ശരിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ ഏറ്റവും നന്മയുള്ള ആൾക്ക് കപ്പ് കൊടുക്കാനാണെങ്കിൽ മുൻപത്തെ സീസണുകളിലൊന്നും വിന്നർ ആയവരായിരിക്കില്ല വിന്നർ ആവേണ്ടിയിരുന്നത്. എവിക്റ്റായി പോയ പലരും ആയിരിക്കണം അതിൽ വിജയികളാവേണ്ടത്. അതേ സമയത്ത് ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് നേരിടുന്നത്, എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, എങ്ങനെ ഇത്രയും ദിവസം നിൽക്കാം, അതിനൊപ്പം എങ്ങനെ എന്റർടൈൻഡ് ആയിട്ട് കണ്ടന്റ് കൊടുക്കാം എന്നൊക്കെയുള്ളത് കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം ഈ പറയുന്ന ആൾക്ക് പ്രേക്ഷകരുടെ പ്രീതി കൂടി വേണം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് PR ഏറ്റവും കൂടുതൽ വർക്കാവാൻ കാരണം അതിനെ പറ്റിയ നല്ല നല്ല കണ്ടന്റുകൾ അനു കൊടുത്തുകൊണ്ടിരുന്നു. അത് സ്ട്രാറ്റജി ആവാം, എന്തുവാകാം. പക്ഷെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് PR കൊടുത്തിട്ട് എല്ലാവരും PR കൊടുത്തിട്ടും അനുവിന്റെ PR വർക്ക് കുറച്ച് കൂടുതലായി നിൽക്കുന്നത്. അനുവിന്റെ കേസിൽ പറയാന്ന് വെച്ചാൽ അനുമോൾക്ക് അത് ഓഡിയൻസിൻ്റെ പൾസ് അറിയാം. അതായത് ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഷാനവാസൊക്കെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ്, പക്ഷേ എങ്കിൽ പോലും അതൊക്കെ സീരിയലാണ്, കഥാപാത്രങ്ങളായിട്ടാണ്. അനുമോളായിട്ട് നിന്നിട്ടാണ് സ്റ്റാർ മാജിക് പോലുള്ള ഷോകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഓഡിയൻസ് അറ്റൻഷൻ ഡയറക്റ്റ് ആയിരുന്നു. അതായത് കഥാപാത്രങ്ങളെയല്ല ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത്, അനുമോളായിട്ട് തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർ മാജിക് ഒക്കെ നോക്കി, സ്റ്റാർ മാജിക്കിലും അനു ഏറ്റവും കൂടുതൽ ചെയ്തത് ഈ കരച്ചിൽ എന്ന് പറയുന്നത് അവര് വളരെ സെൻസിറ്റീവ് ആണ്. അവരെ കരയിപ്പിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ മാജിക്കിൽ ഏറ്റവും വ്യൂസ് ഉള്ള എപ്പിസോഡുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്ന് കരയുന്നതിന് നമുക്ക് അവർ കരച്ചിൽ റാണിയാണ് അല്ലെങ്കിൽ ഡ്രാമയാണെന്നൊക്കെ എത്രത്തോളം പറയാമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഓരോ മനുഷ്യൻ്റെയും സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. എന്തൊക്കെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്നാമത് വീട്ടുകാരും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വന്നു വിടുന്നു, വേറെ ഇപ്പൊ സുഹൃത്തുക്കളെന്ന് കരുതുന്നവർ തന്നെ കൂടെ നിന്ന് ചതിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം. പിന്നെ അനുമോള് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയും. ഇപ്പം ചോദിക്കുന്നുണ്ടല്ലോ, നീ ആണാണോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഇപ്പം നമുക്കറിയാം അതങ്ങനെ ചോദിക്കാൻ പാടില്ല. പക്ഷെ അനുമോൾക്ക് ആ ഒരു പൊതുബോധം അല്ലെങ്കിൽ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വന്നു പോകുന്നത് കൊണ്ടാണോ അറിയില്ല, ഈ ഒരു സ്പേസിൽ അത് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരോട് ഇത് ചോദിക്കാൻ പാടില്ല എന്ന് മനസ്സിലാവാത്തത് കൊണ്ടൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ അനുമോളിൽ കിടപ്പുണ്ടെങ്കിൽ പോലും അവര് ഇത്രയും നാൾ സർവൈവ് ചെയ്തു. കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ എതിർത്ത് നിന്ന് കരഞ്ഞിട്ടാണെങ്കിലും തിരിച്ച് വീണ്ടും പവറോടെ തിരിച്ചു വരാനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അവസാനത്തെ ആ ഒരു ഫിനാലെ വീക്ക് തന്നെയാണ് അനുമോളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടിട്ട് സ്ത്രീകളുടെ കൂട്ടം ഒന്നടങ്കം അനുമോൾക്കെതിരെ തിരിയുന്നതാണ്. അതായത് അവിടെ വേറൊരു കാര്യം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ മസ്താനി, ലക്ഷ്മി, ഇവർക്ക് രണ്ടുപേർക്കും വളരെയധികം നെഗറ്റീവായിരുന്നു സീസണിന് ശേഷം. മസ്താനിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അകത്തേക്ക് റീ എൻട്രി കൊടുത്തപ്പോൾ വളരെയധികം പോസിറ്റീവായി. അവർ ശരി, അതായത് ഗെയിം കഴിഞ്ഞു ബാക്കി എല്ലാവരും ഇനി ടോപ്പ് 5 കയറാൻ മത്സരിക്കുന്നത് പോലെ വന്നിട്ട് പെരുമാറിയെടുത്ത് ചിലരൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ എല്ലാവരെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് മസ്താനി ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും. ലക്ഷ്മിയൊക്കെ എനിക്ക് തോന്നുന്നു അനുവിന് ശരിക്കും നല്ലൊരു സപ്പോർട്ട്, കാരണം എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതെ അതെ, ലക്ഷ്മി അനുവിന്റെ വിജയത്തിൽ എത്രമാത്രം സന്തോഷിക്കുന്നു നമുക്ക് ഫിനാലെ കണ്ടാലറിയാം. ഒരാളുടെ കണ്ണുനീരിൽ സത്യമുണ്ട്. കാരണം അനുമോൾക്ക് ആ കപ്പ് കിട്ടുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ കൊടുത്ത വാക്കുകൾ അവൾ എത്രത്തോളം പ്രചോദനപരമായിട്ട് എടുത്തു എന്നുള്ളതാണ്. അതേസമയം ശൈത്യയുടെ എക്സ്പ്രഷൻ ഭയങ്കര, അയ്യോ അത് കാണേണ്ടത് തന്നെയായിരുന്നു. ശൈത്യക്ക് കൈയടിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെന്ന് തോന്നിപ്പോയി. അപ്പോഴാണ് നമ്മൾ അമൃത ടി വിയിൽ നേരത്തെ കണ്ട ആ ഒരു റിയാലിറ്റി ഷോയുടെയും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുള്ള ശൈത്യയുടെ വാശി എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ആവാൻ, ഒരു സുഹൃത്തിന് ഇങ്ങനെ ആവാൻ പറ്റുന്നത്? അല്ല, ശൈത്യ അങ്ങനെയാണെന്നുള്ളത് അവർ എവിക്റ്റ് ആയി പോകുന്നതിന് മുമ്പേ തന്നെ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ സീൻ കണ്ടാൽ അറിയാം, ജിസേലിനെ പറ്റി അനുവും ശൈത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ക്ലിപ്പ്. പക്ഷെ ലാലേട്ടൻ കൊണ്ടുവന്ന് കാണിക്കുന്നത് അനുമോള് സംസാരിക്കുന്നത് മാത്രമാണ്. ആ മൊമെന്റിൽ തനിക്ക് നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലായിട്ട് ശൈത്യ പോയി ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതേ ശൈത്യ തന്നെയാണ് ഇരുന്നിട്ട് പറയുന്നത്, ജിസേലിന് നല്ല ഡ്രസ്സുകൾ കിട്ടിയാൽ കുറച്ച് ഷോയൊക്കെ കാണാമല്ലോ, അതായത് അവര് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇടും, അപ്പോൾ അത് കാണാൻ ആണുങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും എന്ന രീതിയിൽ പറയുന്ന ശൈത്യ, അതേ ശൈത്യ ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത് ഞാൻ നിങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് ശരിക്കും കട്ടപ്പ എന്ന് പറയുന്ന പേര് വീഴുന്നത്. അതിന് ശേഷമാണ് മസ്താനിയുടെ ഒക്കെ ഇത് വരുന്നത്, വൈൽഡ് കാർഡ് എൻട്രി വരുന്നത്. ആ സമയത്താണ് അനുവിനോട് ഇത് പറയുന്നത്. എന്നാൽ ആ സമയത്തൊക്കെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ആദിലയ്ക്കും നൂറയ്ക്കും ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളത്. കാരണം അവരും പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അവർ നോക്കുമ്പോൾ ഉള്ളിലുള്ള അനുമോള് തെറ്റുകളോട് പ്രതികരിക്കുന്ന രീതി, അതായത് തൻ്റെ തെറ്റ് പറഞ്ഞു കൊടുത്ത് പ്രതികരിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. അപ്പോൾ ആ ഒരു രീതി കൊണ്ട് തന്നെ ആയിരിക്കും ശൈത്യയോട് അനുമോൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ശൈത്യമായിട്ടുള്ള പ്രശ്നം അതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് ആദിലയുടെയും നൂറയുടെയും തകർച്ചയ്ക്ക് കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അനുമോൾ ജയിച്ചപ്പോൾ ആദിലയും നൂറയും ആത്മാർത്ഥമായിട്ട് കൈയടിച്ചിട്ടുണ്ട്. അവരിലായിരുന്നില്ല ക്യാമറ ഫോക്കസ് ചെയ്ത്, അതുകൂടെ പറയണം. ക്യാമറ ഫോക്കസ് മുഴുവൻ ശൈത്യം ഇരിക്കുന്ന ഭാഗത്തേക്കായിരുന്നു. ആദിലയും നൂറ ഒരു സൈഡിലായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാമറാമാനും അറിയാം ശൈത്യം എങ്ങനെ പ്രതികരിക്കുന്നു ആൾക്കാരെ കാണിച്ചു കൊടുക്കാനായിരുന്നു അപ്പോഴും ക്യാമറ പേഴ്സൺ. അതോടൊപ്പം ശൈത്യയുടെ ഇപ്പോഴത്തെ സ്റ്റോറി പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം അസൂയ, ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അങ്ങനെ ഒരാളോട്, നമുക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മളും പിണങ്ങുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പിണങ്ങി കഴിഞ്ഞാലും അവരെ കരിവാരി തേക്കാനായിട്ട് അത് ഇത്രയും പബ്ലിക്കായിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ സുഹൃത്തല്ല ശത്രുവാണെന്ന് തുറന്ന് സമ്മതിക്കണം. അതിൽ ഇപ്പോൾ ശൈത്യയുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയാണ്, സ്റ്റാറ്റസ് അല്ല. അതിൽ രണ്ടാമത് കിടക്കുന്നതെന്ന് വെച്ചാൽ അനീഷിന് കപ്പ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യാണ്. അതായത് സ്ക്രീനിൽ ബിഗ് ബോസിന്റെ ഫൈനൽ നടക്കുന്നു, അനുമോളുടെ കൈ ലാലേട്ടൻ പിടിച്ചു ഉയർത്തുന്നു. അപ്പോൾ ഒരു ഉമ്മയും മകനും കൂടി ഇരുന്നിട്ട് അയ്യോ അനീഷിന് കപ്പ് കിട്ടിയില്ല, PR കൊണ്ട് അനു ജയിച്ചു എന്നൊക്കെയുള്ള അങ്ങനത്തെ സംസാരങ്ങൾ. അതേസമയം ഇപ്പോഴും ശൈത്യക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അനുമോളുടെ വിജയത്തെ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് അനീഷിന് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയാനാണ് ശൈത്യ ആ ഒരു അവസരം വിനിയോഗിക്കുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പൊ ആദില നൂറ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് കൺഗ്രാജുലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. ശൈത്യക്ക് വേണമെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻ പോസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു സാധനം അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ അവരെപ്പോഴും അതിനെ ഒരു ഗ്ലിഡ്ജായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 7 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് എന്നുള്ളത് പലരും മറന്നു പോകുന്നു. ഒരു 100 ദിവസം ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വീട്ടിനകത്ത് കയറുക എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണെന്നാണ് പുറത്തിരിക്കുന്ന ആൾക്കാരുടെ വിചാരം. അതിനനുസരിച്ചാണ് ഇവരിവിടുന്ന്
അകത്തേക്കാളും ഗെയിം കളിക്കുന്നത് പുറത്താണ്. ഇപ്പം ഈ സീസൺ എടുക്കുന്നതെങ്കിൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് ആദ്യമേ സ്ഥാപിച്ചു. കാരണം തുടക്കത്തിലേ ഇവർക്ക് മേക്കപ്പ് സാധനങ്ങൾ, ഡ്രസ്സുകളൊക്കെ കൊടുക്കാണ്ടിരുന്നപ്പോൾ മെൻ്റലി അവർ ഡൗൺ ആയി. ഇപ്പോൾ ജിസേലിനെ പോലെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ തുടക്കത്തിലേ അങ്ങ് ഡൗൺ ആവാനുള്ള കാരണം അവർക്ക് മേക്കപ്പ് സാധനങ്ങളും മറ്റും കൊടുക്കാതെ ആയപ്പോഴാണ്. അപ്പം മെൻ്റലി അവിടെ ഡൗൺ ആയി. ആ ഡൗണിൽ നിന്നാണ് പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ലോകം. അവർക്ക് പുറത്തെ കാര്യങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ആ ഗെയിമിനേക്കാളും പുറത്ത് അവിടെ എന്തൊക്കെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി എന്തായാലും ഇപ്പോൾ ആ മത്സരാർത്ഥികൾ എന്തുകൊണ്ട് തൊട്ടതിനും തൊടുന്നതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഒരു മൈൻഡ് മറ്റൊരാളെ ഇമോഷണൽ ഇപ്പോൾ ട്രിഗർ ചെയ്യാന്നൊക്കെ പറയുന്ന വേർഡുകളൊക്കെ അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ട്രിഗർ ചെയ്തിട്ടൊക്കെ സംസാരിപ്പിച്ചിട്ട് പുറത്ത് കണ്ടന്റുകൾ കൊടുക്കും. അപ്പോൾ ആ കിട്ടുന്ന കണ്ടന്റ് വെച്ചിട്ട് പുറത്തുള്ള ആൾക്കാരാണ് ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവരും. ഈ PR എന്ന് പറയുന്നത് ശരിക്കും ഇവർ കൊടുക്കുന്ന കണ്ടന്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഫീഡിലാണെങ്കിലും ഒരുപക്ഷെ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനുമോളെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് വീണ്ടും വീണ്ടും അതേ തരത്തിലുള്ള ഫീഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ആളുകളിലേക്ക് ഇത് മാക്സിമം എത്തിക്കുക. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓരോ ആഴ്ച കഴിയുമ്പോഴും ഗെയിം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു എല്ലാ തവണയും ഒരു ഫേവറേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടാകും. പക്ഷെ എനിക്ക് ഇത്തവണ തോന്നിയത് ഓരോ ആഴ്ചയും ഗെയിം മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ട ആൾ മാറുന്നു. ഇപ്പോൾ ഒരു സമയത്ത് എനിക്ക് ആദിലയുടെ ഇതായിരുന്നു ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. അത് പിന്നെ പതിയെ നൂറയായി, പിന്നീട് പതിയെ അനുമോളാകുന്നു, പിന്നെ അത് മാറി അങ്ങനെ ഓരോന്ന് നെവിനാകുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഗെയിം, അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഈ ആളുകൾ തന്നെ, ഉള്ളിലുള്ള ആളുകൾ പ്രേക്ഷകരെ ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ പുറത്ത് PR-ലും ഇതേ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ വിചാരിക്കുന്നത് കുറേ വോട്ട് മറിച്ചിട്ടാണ് ഈ ഒരു വിജയം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. നമുക്ക് എത്ര വോട്ട്, അല്ലെങ്കിൽ എത്ര മാക്സിമം വോട്ട് ഈ 3.5 കോടി ജനങ്ങളെന്ന് പറയുന്നു, അതിൽ നിന്ന് എത്ര പേരുടെ വോട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഈ 50 ലക്ഷം രൂപ മാത്രം പ്രൈസ് മണി ഉള്ള ഒരു കാര്യത്തിന് എത്ര രൂപ ആളുകൾക്ക് കൊടുത്താൽ ആളുകൾ വോട്ട് ചെയ്യും? ഇത്രയും ആഴ്ച തുടർച്ചയായിട്ട് വോട്ട് മറിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മുൻപ് അനുവിൻ്റെ PR എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന ആഴ്ച ഒരാൾ ഔട്ട് ആവേണ്ടതായിരുന്നു, പക്ഷെ അതിന് പകരം വേറൊരാളാണ് ഔട്ടായത്, അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങൾക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് PR വർക്ക് നടത്തുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ടാകേണ്ട ആൾ മാറി, വോട്ട് മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വോട്ട് ഇത്ര പൈസ കൊടുത്ത് മറിച്ചു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്, കുറേ വോട്ട് മാറ്റി മാറ്റി ചെയ്തത് കൊണ്ടൊക്കെയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം എന്ത് ചെയ്താലാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം വരിക, അല്ലെങ്കിൽ എങ്ങനെ നിന്നാലാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം വരിക എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും അകത്ത് പോകുന്നുണ്ട്. പക്ഷെ അകത്ത് ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴും എന്നുള്ളത് നമ്മൾ മുമ്പുള്ള എല്ലാ സീസണിലും കണ്ടിട്ടുള്ളതാണ്. എത്ര നാൾ ഒരാൾക്ക് വേറൊരാളായിട്ട് ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും? ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അനീഷ് വളരെ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതായത് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, അച്ചടി ഭാഷ പോലെയുള്ള രീതി, എല്ലാവരെയും പേര് വിളിച്ചൊരു നീന്നോ എടാന്നോ പോലും ആരെയും വിളിക്കാതെയുള്ള രീതിയിലാണ് അനീഷ് സംസാരിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ 100-ാം ദിവസം വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് അയാളുടെ ബേസിക് ആയിട്ടുള്ള രീതിയാണെന്നുള്ളത്. ഒരു 10, 20, 21 ദിവസത്തിനപ്പുറത്തേക്ക് ഒരാൾക്ക് അത് ഫേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വഴക്ക് നടക്കുമ്പോഴാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്കോ അങ്ങനെയൊന്നും വീണതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് എത്ര നാൾ ഫേക്കായി നിൽക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ്. എന്തായാലും ഈ ഒരു സീസൺ കൊണ്ട് എനിക്ക് മനസ്സിലായത്, നമ്മൾ ശരിക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പം എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്രമാത്രം പ്രശ്നം. ലാസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ PR-ന്റെ നമ്പർ എഴുതി കൊടുത്തു എന്ന് അനുവിനെ പറ്റി ആദില പറഞ്ഞ ഒരു കാര്യം, ആ സമയത്ത് ഏറ്റവും അധികം അനുവിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള നെവിൻ എങ്ങനെയാണ് അനുമോളെ ചേർത്ത് പിടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഫ്രണ്ട്ഷിപ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തവണത്തെ ബിഗ് ബോസ് അങ്ങനെ ഒരു കണ്ണു തുറപ്പിക്കൽ കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.